പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി നമ്മളായിരിക്കുമ്പോൾ വീണ്ടും ആത്മാവിനാൽ കൂടുതൽ കൂടുതൽ നിറയുവാൻ, എത്ര നിറഞ്ഞാലും അധികമാവില്ലല്ലേ, കൂടുതൽ കൂടുതൽ പൂരിതരാകുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം നിറഞ്ഞിരിക്കുന്നത് ആരിലായിരിക്കാം? പരിശുദ്ധ അമ്മയിലല്ലേ? പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം നിറഞ്ഞിരിക്കുന്ന ഒരു ടാങ്ക് പോലെ എന്നൊക്കെ പറയാം പരിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ട് നമുക്ക് ഈ ടാങ്ക് ആകുന്ന പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ചെന്നിട്ട് നമുക്ക് ചോദിക്കാം, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന്. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടോ? ആർക്കും ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: നരകത്തിൻ്റെ അഗ്നി കാണാതെ ഇരിക്കണമെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്യണം, പരിശുദ്ധ ദൈവമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ അപ്രയം പറയുന്നത് എങ്ങനെയാണ്? നീ പരിശുദ്ധ മറിയത്തിൻ്റെ നാമം ഭക്തിയോടുകൂടി വിളിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. വീണ്ടും വിശുദ്ധ മരിയ ജോൺ വിയാനി പറയുന്നത് എങ്ങനെയാണ്? നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ചോ. അമ്മ അപ്പോൾ തന്നെ നിന്റെ അടുക്കൽ വരും എന്ന് മാത്രമല്ല, നിന്നെ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. പിശാച്, ഈ പ്രലോഭകനായ പിശാച് അപ്പം തന്നെ ഓടി രക്ഷപ്പെടും. നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും തടസ്സം ഈ പ്രലോഭനങ്ങളാണ്. നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ഈ പ്രലോഭനങ്ങളാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആദരിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ അമ്മയുടെ സഹായം ഒന്ന് ചോദിച്ച് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് കണ്ണുകളൊന്ന് അടച്ച്, ഞാൻ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന എൻ്റെ സ്വന്തം അമ്മ, കണ്ടറിഞ്ഞെന്നെ സഹായിക്കുന്ന എൻ്റെ അമ്മ, കുഞ്ഞെ നിന്നെ സഹായിക്കാൻ ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലുണ്ട്. നരകത്തിൽ നീ കാണാതെ സ്വർഗത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിൽ തരുന്ന നിൻ്റെ അമ്മ നിന്നെ എപ്പോഴും സഹായിക്കും. അമ്മയുടെ നാമം നമുക്കൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്നേഹത്തോടെ അമ്മയുടെ ആ നല്ല മുഖം, സൗന്ദര്യമൂറുന്ന മുഖം, സ്നേഹം തുളുമ്പുന്ന മുഖം ഒന്ന് കണ്ടുകൊണ്ട് ഒരുമിച്ച് സ്വരമുയർത്തി നമ്മൾ പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോയോട് ചേർന്ന് നമുക്ക് അമ്മയുടെ നാമം ഒന്ന് പ്രകീർത്തിക്കാം. നമുക്കറിയാം, ഈശോ എന്തായാലും മറിയത്തെ, സ്വന്തം അമ്മയെ നമ്മൾ ആദരിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ നമ്മേക്കാൾ ഉച്ചത്തിൽ ഈശോ അത് ചൊല്ലും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് ഒരിക്കൽ കൂടി സ്വരമുയർത്തി നമുക്ക് അമ്മയെ ഒന്ന് പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അമ്മേ. ഇരിക്കാം. ജാഗരണ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ത്യാഗമൊക്കെ ഏറ്റെടുത്ത് ദൂരങ്ങളിൽ നിന്നൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടെ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം, ആനന്ദമുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിങ്ങനെയാണ്: നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ തമാശ പറയാനാണോ, വേറെന്തെങ്കിലും പറയാനില്ലേ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കേണ്ടത്. ഇതൊരു തമാശയല്ല, ഇത് വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഏവശയ പ്രവചനങ്ങളിൽ 49-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് ഈ തിരുവാക്യം കാണപ്പെടുന്നത്. കർത്താവ് വ്യക്തമായിട്ട് നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സാഷ്ടാംഗം പ്രണമിക്കും. എന്തൊരു സുഖമുള്ള കാര്യമല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് നൈറ്റീസിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയാലോ? ഒരു രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അത് പഴയ കാലത്തെ രാജാക്കന്മാരാണല്ലോ. ഇപ്പോൾ ഭരണാധികാരികളുണ്ടല്ലോ,
അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ നമ്മളെ ഒന്ന് സാഷ്ടാംഗം പ്രണമിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? പക്ഷേ ഈ 49 അധ്യായം 7-ാമത്തെ തിരുവചനം ഇത്തിരി നീണ്ടൊരു വചനമാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഈ രാജാക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഏറ്റു നിൽക്കുമെന്നൊക്കെ പറയുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് എങ്ങനെയാണ്? നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം. കർത്താവ് നിമിത്തമാണ് എന്ത് സംഭവിക്കുക? രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും പ്രഭുക്കന്മാർ സാഷ്ടാംഗം പ്രണമിക്കുന്നതും. യെശയ്യാ 49:7 വചനം വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ 49:7 കേൾക്കണമേ, ഹൃദയത്തോട് തന്നെ ഇത് പറയണമേ, ഹൃദയത്തിൽ തന്നെ ഇത് കേൾക്കണമേ. ഏറ്റവും വെറുക്കപ്പെട്ടവനും സകല ജനതകളാലും നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായ ഒരുവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സാഷ്ടാംഗം പ്രണമിക്കും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെങ്കിലും, ഏതൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തോട്, അത് വെറുതെയല്ല, സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ അവിടുന്ന് നിമിത്തം വിശ്വസ്തനും പരിശുദ്ധനും വിമോചകനുമായ ആ കർത്താവ് നിമിത്തം സകലരാലും നീ ആദരണീയനായിത്തീരും. സകലരും നിന്നെ ആദരിക്കും. ഇംഗ്ലീഷ് ബൈബിളിലെ ഈ പ്രഭുക്കന്മാർ എന്ന സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത് പ്രിൻസസ് എന്നാണ്. രാജകുമാരന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തോ ഒരു സന്തോഷകരമായ കാര്യം അല്ലേ? സാധിക്കും, ഇത് ഷുവറായിട്ടും സാധിക്കും. ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നാൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പത്രോസ്ലീഹായുടെ പരിശുദ്ധ സിംഹാസനത്തിൽ 16ാമത് മാർപ്പാപ്പയായി ഭരണം നടത്തിയ കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ, അദ്ദേഹം സഭയിൽ വിപ്ലവാത്മകരമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു മാർപ്പാപ്പയായിരുന്നു. വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട, മറിച്ച് കരുണയുടെ ഒരു വിപ്ലവമായിരുന്നു. അതുവരെ സഭയിൽ കൊലപാതകികളും വ്യഭിചാരികളുമായവരെ പുറത്താക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ഈ കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ ഭരണം ഏറ്റെടുത്ത കാലഘട്ടം മുതൽ ഇദ്ദേഹം വളരെ കാരുണ്യത്തോടു കൂടി ജനത്തോട്, സഭാതനയരോട് പെരുമാറാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ നിയമമുണ്ടാക്കി, അനുദപിക്കുന്ന കൊലപാതകിയും അനുദപിക്കുന്ന വ്യഭിചാരിക്കും അനുദപിക്കുന്ന ഒരു പാഷണ്ഡിക്കും ഏതോ മാരകപാപം ചെയ്തവനാണെങ്കിലും അവൻ അനുദപിച്ചാൽ അവന് സഭയ്ക്കുള്ളിൽ പ്രവേശനമുണ്ട്. ചേർന്നെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ച് ഇന്നത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം അനുദപിച്ചാൽ, കുമ്പസാരിച്ചാൽ അല്ലേ, നമുക്ക് സഭയിൽ തിരിച്ചു വരാം, സഭയിലേക്ക് തിരിച്ചു വരാം, ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാം, കൂദാശകൾ സ്വീകരിക്കാം. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു കൊലപാതകം നടത്തിയാൽ, വ്യഭിചാരം ചെയ്തു പോയാൽ, അല്ലെങ്കിൽ പാഷണ്ഡതകൾക്ക് വിധേയപ്പെട്ട് അകന്നുപോയാൽ, അനുദപിച്ചാൽ തിരിച്ചു വരാനൊരവസരമുണ്ടായിരുന്നല്ലേ. എന്നാൽ ഈ കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം തിരുത്തി എഴുതിയ ഒരു മഹത് വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രഭുവായിരുന്ന കാർപ്പോഫോറസ് എന്ന ഒരു നോബൽമാൻ്റെ വീട്ടിലെ അടിമയായിരുന്നു, ഒരു സ്ലേവ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു അടിമയിൽ നിന്ന്, ഒരു ദാസനിൽ നിന്ന്, ഒരു വീട്ടിലെ ഒരു പ്രഭുവിൻ്റെ ദാസനിൽ നിന്ന് പരിശുദ്ധ സിംഹാസനം വരെ ഈ മനുഷ്യൻ, ഈ കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ എങ്ങനെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ മനുഷ്യൻ ഈ കാർപ്പോഫോറസിൻ്റെ വീട്ടിൽ അടിമവേല ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഇദ്ദേഹം, ഈ കാർപ്പോഫോറസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ക്രിസ്ത്യാനി ആയിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ അടിമയ്ക്കും ഒരുപാട്
ക്രൈസ്തവ വിശ്വാസങ്ങൾ പകർന്നു കിട്ടിയിരുന്നു. അങ്ങനെ നമ്മുടെ കലിസ്റ്റസും നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായിട്ടാണ് വളർന്നു വന്നത്. എന്നാൽ അത്യാവശ്യം കുരുത്തക്കേടൊക്കെ നമ്മുടെ കലിസ്റ്റസിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത് ഒരുപക്ഷെ ശരിയായിക്കൊള്ളണമെന്നില്ല. നല്ല ഒരു വിശ്വസ്തനായ ദാസനായിരുന്നത് കൊണ്ട് തന്നെ കലിസ്റ്റസിനെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കാർപ്പഫോറസ് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഒരു സമയത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക്. പിന്നെ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിക്കഴിഞ്ഞ് അതിനകത്ത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഓടി രക്ഷപ്പെടുക. കലിസ്റ്റസ് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കപ്പെട്ടു, എങ്ങനെ തെറ്റ് വന്നതായി കാണപ്പെടുകയാണ്. അദ്ദേഹം ഓടി രക്ഷപ്പെടുക. പക്ഷേ കാർപ്പഫോറസ് പുറകെ വിട്ട്, പ്രഭുവാണല്ലോ, പുറകെ ആളെ വിട്ട് പിടിച്ചുകൊണ്ട് വന്നു. എങ്കിലും കാർപ്പഫോറസ് അദ്ദേഹത്തോട് കരുണ കാണിച്ചു. വീണ്ടും സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെ വീണ്ടും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഈ മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അങ്ങനെ അത് യഹൂദരാണ് ഇങ്ങനെയൊരു കാര്യങ്ങളിലൊക്കെ ഈ മനുഷ്യനെ പീഡിപ്പിക്കാനും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്നത്. ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ ഇദ്ദേഹം 4 വർഷത്തോളം മൈനുകളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രം എഴുതി വച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി പീഡ സഹിച്ച് പിന്നീട് അന്ന് ആ കാലഘട്ടത്തെ മാർപ്പാപ്പയുടെ വലിയ കാരുണ്യം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാർപ്പാപ്പയുടെ ഒരു വിശ്വസ്ത സേവകനായി മാറുകയാണ് ഈ കലിസ്റ്റസ്. കലിസ്റ്റസ് ഒരു ദാസന് അടിമയൊക്കെ ആയിരുന്നു എങ്കിലും ഇദ്ദേഹത്തിന് ബൈബിളിലും സഭാപഠനങ്ങളിലും വലിയ വിജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ മാർപ്പാപ്പയ്ക്ക് അത്രമേൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്നില്ല. കാനൻ നിയമങ്ങളിലോ അല്ലെങ്കിൽ സഭാവിശ്വാസത്തിലോ പഠനത്തിലോ ഒക്കെ വലിയ വിജ്ഞാനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കലിസ്റ്റസിനെ ഇദ്ദേഹം വളരെയധികം വിശ്വസിക്കുകയും ഇദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുകയും സംശയങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ കലിസ്റ്റസിന് ഈ മാർപ്പാപ്പയുടെ അടുത്ത് വലിയ സ്വാധീനമായിരുന്നു. അങ്ങനെ മാർപ്പാപ്പയോട് ചേർന്ന് വളർന്ന്, അതുപോലെ പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് വളർന്നതുകൊണ്ട് ഇദ്ദേഹം വീണ്ടും വിശുദ്ധിയുടെ ഒരു പാതയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈ മാർപ്പാപ്പ ഇദ്ദേഹത്തെ ആർച്ച് ഡീക്കനായി ഉയർത്തി. പിന്നീട് ഈ മാർപ്പാപ്പയുടെ കാലശേഷം കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ എന്ന പേര് സ്വീകരിച്ച് സ്ഥാനമേൽക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു അടിമയ്ക്ക് പോലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്തേക്ക് അവിടുന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള വലിയൊരു തെളിവാണ് കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ചരിത്രം. ഇദ്ദേഹം ഈ കലിസ്റ്റസ് ഒന്നാമൻ മാർപ്പാപ്പ മാത്രമായിരുന്നില്ല, ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധനായി കൂടി തീരുകയാണ്. സഭ ഒന്നാകെ വണങ്ങുകയാണ്. ഓർത്തു നോക്കാം, സഭ മാത്രമല്ല, ലോകം മുഴുവനും വണങ്ങുകയാണ്. സ്വർഗം മുഴുവനും വണങ്ങുകയാണ് ഈ ഒരു അടിമയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ കലിസ്റ്റസിനെ. കലിസ്റ്റസ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വായിൽ കൊള്ളാത്തൊരു പേര് പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ കലിസ്റ്റസ് എന്ന വാക്കിന് വളരെ മനോഹരമായ ഒരു അർത്ഥമാണുള്ളത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ, വളരെ സുന്ദരൻ, വളരെ മനോഹരം എന്നൊക്കെയാണ് ഈ കലിസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം. വളരെ മനോഹരമായി തന്നെ ഈ സർവശക്തനായ ദൈവം ഈ കലിസ്റ്റസിനെ മഹത്വപ്പെടുത്തി സകലരുടെയും മുമ്പിൽ, ആരുടെ അടിമയായിരുന്നോ അവൻ്റെ മുമ്പിൽ ഈ കലിസ്റ്റസിനെ ദൈവം ഉയർത്തി. നമുക്കോർക്കാം, യെശയ്യാ 49:7 വചനം ഈ കലിസ്റ്റസിൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം, അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ, സകലരാലും വെറുക്കപ്പെട്ടവൻ, സകല ജനതകളാലും നിന്ദിതനായിരുന്നു, ഭരണാധികാരിയുടെ ഒരു ദാസനായിരുന്നു. എന്നാൽ ഈ കർത്താവ് നിമിത്തം, അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത കർത്താവ് നിമിത്തം സകലരാലും വണങ്ങപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം അവനെ ഉയർത്തി. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് ഏതവസ്ഥയിലാണെങ്കിലും, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണെങ്കിലും, സകലരാലും മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിലും, ചവിട്ടി തയ്ക്കപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിലും, കുടുംബത്തിൽ എനിക്കൊരു സ്ഥാനവുമില്ലെങ്കിലും, നീ നിന്റെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തും. സമൂഹത്തിൽ അവജ്ഞാപാത്രമാണോ ഞാനിന്ന്? ദൈവത്തോട് നീ ചേർന്ന് നിന്നാൽ
നിന്നെ ആര് പരിഹസിച്ചോ അവന്റെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളി പോലും നിന്നെ ഗൗനിക്കുന്നില്ലേ? മക്കൾ നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ? നിന്റെ സുഹൃത്തുക്കൾ പോലും നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണോ? സമൂഹത്തിൽ നിന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായിരിക്കുകയാണോ? ഒരുപാട് അലഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു ഗതിയും കിട്ടാതെ അസ്വസ്ഥനും നീറിപ്പിടയുന്നവനുമാണോ ഞാനിന്ന്? ഒറ്റക്കാര്യം മാത്രം ചെയ്താൽ മതി. നീ നിന്റെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ മഹത്വപ്പെടുത്തും. സകലരാലും ആദരണീയനായി നിന്നെ മാറ്റും. ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു സാധാരണ സന്യാസ വൈദികനായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഫെറർ. അദ്ദേഹം നമുക്കറിയാം ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിലെ ഒരു അംഗമായിരുന്നു. ഡൊമിനിക്കൻസ് സാധാരണ പ്രാസംഗികരാണ്, വചനപ്രഘോഷണമാണ് അവരുടെ ബേസിക് കാരിസം. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേൾക്കാൻ ഒരിക്കൽ മൂർ രാജവംശത്തിലെ രാജാവിന്, അതുപോലെ രാജസദസ്സിലുള്ളവർക്ക് ഒരു വലിയ ആഗ്രഹം. രാജസദസ്സിലുള്ളവർക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ രാജാവിന് വലിയ ആഗ്രഹം. അങ്ങനെ വിജാതീയ രാജകൊട്ടാരത്തിലേക്ക് ഈ വിൻസെന്റ് ഫെറർ കടന്നു ചെല്ലുകയാണ്. ഇദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കണമെന്ന് രാജാവിനല്ല, രാജസദസ്സിലുള്ളവർക്ക്, വലിയ പണ്ഡിതന്മാരും മന്ത്രിമാരും പ്രഭുക്കന്മാരും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് വലിയ ആഗ്രഹം. കാരണം ഇദ്ദേഹത്തെ കണ്ടാൽ, ഒരു സന്യാസ വൈദികനാണല്ലോ, ഒരു പഴയ ചാക്ക് വസ്ത്രം, ചിലയിടത്തൊക്കെ കീറിയിട്ടുണ്ട്, അവജ്ഞ തോന്നും. കണ്ടാൽ, സാധാരണ മനുഷ്യന് കണ്ടാൽ അവജ്ഞ തോന്നും. പോരാത്തതിന് ഇദ്ദേഹം വരുന്നത് ഒരു കോവർക്കഴുതയുടെ പുറത്താണ്. കോവർക്കഴുത നമുക്കറിയാം, നമ്മൾ എല്ലാ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും ഏറ്റവും നിസ്സാരമായി കാണുന്ന, അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു മൃഗമാണ്. അങ്ങനെ ഒരു കോവർക്കഴുതയുടെ പുറത്ത് കയറി വരുന്ന വിൻസെന്റ് ഫെറർ. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങി കൊട്ടാരത്തിലേക്ക് നടന്നു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലിലെ ചെരുപ്പ് നടന്ന് തേഞ്ഞ്, മാത്രമല്ല വള്ളി പൊട്ടിയും പോയി. ഈ പൊട്ടിയ വള്ളി ഇദ്ദേഹത്തിൻ്റെ കാലിൽ വലിയൊരു മുറിവും തീർത്ത്, അങ്ങനെ കാലിൽ വലിയൊരു വ്രണം, കുറേ കാലിൽ പൊടി, അഴുക്ക്, പഴകിയ വസ്ത്രം, എല്ലാം കൂടെ കണ്ടാൽ ശരിക്കും ഒരു പരിഹാസ വിഷയമായിട്ട് മാത്രമേ ഈ വിൻസെന്റ് ഫെററിനെ കണ്ടാൽ ആർക്കും തോന്നുകയുള്ളൂ. അങ്ങനെ പരിഹസിക്കാമെന്ന രീതിയിൽ എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ ഈ വിൻസെന്റ് ഫെറർ വളരെ ശാന്തമായി സാവധാനം രാജകൊട്ടാരത്തിലേക്ക്, രാജസദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, പിന്നെ സംഭവിച്ചത് പരിഹസിക്കാൻ കാത്തിരുന്നവരെല്ലാം തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന്, എനിക്കിവിടെ നിന്ന് കാണിക്കുന്നില്ല, നിങ്ങൾക്കാണെങ്കിൽ വളരെ നിങ്ങൾ ഇരിക്കുകയാണ്. ഈ വിശുദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ പതുക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സദസ്സിലേക്ക് ഒരു മെത്രാനോ മാർപ്പാപ്പയോ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ചാടി എഴുന്നേക്കും അല്ലേ? അതുപോലെയല്ല, പക്ഷേ ഇവരിങ്ങനെ ഇദ്ദേഹത്തെ നോക്കി ഒരു സ്ലോ മോഷനിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഇദ്ദേഹത്തെ വണങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം പിടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഏതൊരു മനുഷ്യനും കണ്ടാലും പരിഹസിക്കുകയും നിന്ദിക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തേക്കാവുന്ന ഒരു സാധാരണ സന്യാസ വൈദികനെ കണ്ടപ്പോൾ രാജസദസ്സ്, ഒരു വിജാതീയ രാജസദസ്സ് മുഴുവനും എഴുന്നേറ്റ് നിന്ന് വണങ്ങണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇവിടെയും ആ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ വിൻസെന്റ് ഫെറർ, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, അനേക മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധ വിൻസെന്റ് ഫെററിനെ അദ്ദേഹത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിമിത്തം വിജാതീയരായ രാജാവും അത് മന്ത്രിമാരും പ്രഭുക്കന്മാരും പണ്ഡിതന്മാരും ആദരിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ, മോശ ആരായിരുന്നു? ഒരു കൊലപാതകയും കാപട്യമുള്ളവനും ഒളിച്ചോട്ടക്കാരനും അവിശ്വസ്തനും ഒക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് അവനെ ദൈവം ഉയർത്തിയില്ലേ? ചിന്തിച്ചു നോക്കുക. എനിക്ക് പ്രായമായെന്നോ അല്ലെങ്കിൽ എനിക്കിനി കഴിവില്ല എന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മോശയെ കർത്താവ് വിളിക്കുമ്പോൾ അവന് 80 വയസ്സായിരുന്നു. 80ാമത്തെ വയസ്സിലാണ് മോശയെ കർത്താവ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം ഇനിയും വൈകിയിട്ടില്ല. കർത്താവിന് നമ്മെ വിളിക്കുവാൻ, കർത്താവിന് നമ്മെ ഉപയോഗിക്കുവാൻ ഇനിയും സമയമുണ്ട്. ജോഷുവ ആരായിരുന്നു? ജോഷുവ ഈ മോശയുടെ വെറുമൊരു
കാവൽ ദൂതൻ മാത്രമായിരുന്നു, ഒരു സേവകനായിരുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ജോഷുവയെ കർത്താവ് തെരഞ്ഞെടുത്തില്ലേ, ഉയർത്തിയില്ലേ, മഹത്വപ്പെടുത്തിയില്ലേ? ഇന്നും ജോഷുവയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നില്ലേ? എന്നെയും നിങ്ങളെയും മഹത്വപ്പെടുത്തുവാൻ കർത്താവിന് സാധിക്കും. ഞാൻ ഇന്ന് ചേർന്ന് നിൽക്കുന്നത് ആരോടാണ്? അമേരിക്കൻ പ്രസിഡന്റിനോടാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മെ മഹത്വപ്പെടുത്തുന്നതിനും ആദരിക്കുന്നതിനും അദ്ദേഹത്തിനും ഒരു പരിമിതിയുണ്ട്. എന്നാൽ മാർപ്പാപ്പയോടാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഇവരെക്കാളെല്ലാം കൂടുതൽ നമ്മൾ ആദരിക്കപ്പെടും. പക്ഷേ മാർപ്പാപ്പയെ പോലും നിയമിക്കുന്നവനും തെരഞ്ഞെടുക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിലാണ് നീ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവനോടാണ് നീ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ ലോകവും, ഈ ലോകവും, സ്വർഗവും, അതുപോലെ പാതാളവും നിന്നെ ആദരിക്കുവാൻ ദൈവം ഇടയാക്കും. വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം. എൻ്റെ അവസ്ഥ ഇന്ന് ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും ലോകത്തിന് ഞാൻ വേണ്ടാത്ത ഒരു അവസ്ഥയിലാണോ? വചനം പറയുന്നത് പോലെ ഏറ്റവും വെറുക്കപ്പെട്ടവനാണോ ഞാൻ? സകലരാലും വെറുക്കുന്ന, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള കഠിന വേദനയോടെ കടന്നു പോകുന്ന ആളാണോ ഞാൻ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ? എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഒരു വിലയുമില്ലേ? എൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും ഒറ്റപ്പെട്ടവനാണോ ഞാൻ? എൻ്റെ സഹപ്രവർത്തകർ പോലും എന്നെ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ലേ? എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു, അവൻ നിമിത്തം, വിശ്വസ്തനായ നിന്റെ പരിശുദ്ധനും വിശ്വസ്തനും വിമോചകനുമായ കർത്താവ് നിമിത്തം സകലരാലും നീ ആദരിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരത്തിലേക്ക് ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ ഇരു കരങ്ങളിലും നമുക്കൊന്ന് ഉയർത്തിക്കൊടുക്കാം. നിന്റെ ജീവിതത്തെ ഇന്ന് ദൈവം എടുത്തുയർത്തുവാൻ പോകുന്നു. ഇതുവരെ ആയിരുന്നത് പോലെയല്ല നിന്റെ ജീവിതം. ഇന്ന് മുതൽ നീ നിന്റെ ജീവിതം കർത്താവിന് വരവേൽപ്പിക്കുന്നുവെങ്കിൽ, നീ നിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നീ നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഇതാ ഉയർത്തുവാൻ പോകുന്നു. ഇന്ന് നിന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ദൈവത്തെ നീ ആദരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെയും ആദരിക്കും. ഇരു കരങ്ങളിലും നിന്റെ ഹൃദയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്വതന്ത്രമായി ആരാധിക്കാം. ഹല്ലേലൂയ.